So last class we discussed the shell model, nucleus in the shell model. Okay. So according to shell model, we can have a separate filling state levels for protons and neutrons. Like protons ആണെങ്കിലും ന്യൂട്രോൺസ് ആണെങ്കിലും പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ അല്ലേ. അതിനെ എങ്ങനെ സെപ്പറേറ്റ്ലി ഫില്ല് ചെയ്യുന്ന ഷെല്ലുകൾ ഉണ്ടാക്കാം എന്നുള്ള ഷെൽ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ദാറ്റ് ഷെൽ സ്ട്രക്ചർ ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ഫോർ ബോത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ലാസ്റ്റ് ഡേ വി റോട്ട് ഇറ്റ്, വി വിൽ റൈറ്റ് എ കപ്പിൾ ഓഫ് ടേംസ്. Etc. And similarly for this also. Okay. And we assigned some numbers for this, like it is a 1s. Okay, this is 1p, 1p, 1d, 2s, 1d, 1f, etc. Here also this is something like 1s, 1p, 1p, 1d, 2s, 1d, 1f, etc. Okay. And we wrote its angular momentum. ഇതിൻ്റെ എല്ലാറ്റിൻ്റെ angular momentum നമ്മൾ താഴെ എഴുതിയിരുന്നു. S got half, P first got 3/2, then got 1/2, D got 5/2, S again 1/2, D the other T is 3/2, F is 7/2, etc. Similarly here it is 1/2, 3/2, 1/2, 5/2, 1/2, 3/2 and 7/2. So that we got an occupancy, എത്ര number of nucleons, എത്ര number of protons, എത്ര number of neutrons maximum ഈ പറയുന്ന ഷെല്ലുകൾ ഫില്ല് ചെയ്യാം എന്നുള്ളത് 2 into this quantity, 2 into that occupancy plus 1 ആണ്. 2 into occupancy plus 1. So we write that is on the top, that is 2 here, 4 here, 2 again here, 6 here, 2 here, 4 here, 8 here. Here is also, this is 2, 4, 2, 6, 2, 4, 8, etc. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. ഇപ്പം തന്നെ എത്ര ന്യൂക്ലിയോൺസിനെ പറ്റിയിട്ടുണ്ട്? 2, 4, 2, 6, 2, 8, 14, 16, 20, 28 പ്രോട്ടോൺസും 28 ന്യൂട്രോൺസും. സോ ദാറ്റ് we can with this knowledge we can fill up to 56 mass number 56 വരെയുള്ള ന്യൂക്ലിയസിൻ്റെ ഷെൽ സ്ട്രക്ചർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. സോ എന്താണ്, വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് റൈറ്റിംഗ് ദി ഷെൽ സ്ട്രക്ചർ ആൻഡ് what can we derive out of this writing some particular nucleus in shell structure? That's we are going to discuss here. Okay. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ന്യൂക്ലിയസ് കിട്ടിയെന്ന് വയ്ക്കാം. ഒരു ന്യൂക്ലിയസ് കിട്ടി, maybe some maybe I am writing a carbon nucleus. This is some 12 and 6. Okay, 12 and 6, and I just forgot താഴെ ഏതാ എഴുതിയിരുന്നത്, മുകളിൽ ഏതാ എഴുതിയിരുന്നത് എപ്പോഴും. Okay, for a nucleus കിട്ടിക്കഴിഞ്ഞാൽ first of all you have to separate how many number of protons are here. The number of protons, the number of protons here is 6. Number of neutrons is also 6. Okay, അപ്പം 6 എന്നുള്ളതിന് നമുക്ക് ഷെൽ സ്ട്രക്ചറിൽ ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര മതിയാവും? ഇവിടെ ഈ 2 ഷെല്ലുകൾ മതിയാവും അല്ലേ. 6 പ്രോട്ടോൺസിന് ഇതിൽ ഫില്ല് ചെയ്യുക, അപ്പോൾ 2 എണ്ണം ഇവിടെ, 4 എണ്ണം ഇവിടെ. 6 ന്യൂട്രോൺസിന് ഇതിൽ ഫില്ല് ചെയ്യുക, സോ 2 എണ്ണം ഇവിടെ, 4 എണ്ണം ഇവിടെ, 6 എണ്ണം 6. ഓക്കെ. സോ ഇഫ് യു വാണ്ട് ടു റൈറ്റ് ദ C612 ഷെൽ സ്ട്രക്ചർ, you have to write something like this. This is for proton, this is something like 1s, 1/2 and 1p,
3 by 2, and for neutrons also this is 1s 1 by 2, 1p 3 by 2. ഓക്കെ, നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് എഴുതാം. ദിസ് 2-ൽ 2, ഇതിൽ 4, മൊത്തം 6, ഇതിലും 2 ന്യൂട്രോൺ, 4 ന്യൂട്രോൺ, മൊത്തം 6 ന്യൂട്രോൺ, 6 പ്രോട്ടോൺ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഷെൽ സ്ട്രക്ചർ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഫോർ എനി ന്യൂക്ലിയസ് അപ് ടു മേ ബി 58, ബട്ട് മോർ ദാൻ ദാറ്റ്. നമ്മൾ ഇന്നലെ ഇത്രയും ഞാൻ എഫ് വരെ അല്ല എഴുതിയിരുന്നത്, ഇന്നലെ അതിലും കൂടുതൽ എഴുതിയിട്ടുണ്ട്. സോ ഇഫ് യു നോ ദ എൻറ്റയർ സ്ട്രക്ചർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഫോർ എനി ന്യൂക്ലിയസ്. ഏത് ന്യൂക്ലിയസിന് വേണമെങ്കിലും നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി what is the importance of this shell structure is that the last filled nucleon ഏത് ഷെല്ലിലാണ് എന്നുള്ളത് കാരണം മൊത്തം ന്യൂക്ലിയസിൻ്റെ പല പ്രോപ്പർട്ടികളും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് മെനി പ്രോപ്പർട്ടീസ് of the nucleus depends on shell at which the last nucleon filled. ലാസ്റ്റ് ന്യൂക്ലിയോൺ ഫിൽഡ് ആയിട്ടുള്ള ഷെൽ, അതായത് ഇവിടെ ആണെങ്കിൽ ഏതാണ്, ദാറ്റ് ഇസ് പി, ഇവിടെ ദാറ്റ്സ് ഓൾസോ പി. സോ ലാസ്റ്റ് ന്യൂക്ലിയോൺ ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ പ്രോപ്പർട്ടീനെ മൊത്തം ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യും. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്, ഏത് പ്രോപ്പർട്ടികളൊക്കെയാണ് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദർ ഐ ഹാവ് റിട്ടൺ ദിസ് ഇസ് മെനി പ്രോപ്പർട്ടീസ്. We will discuss a couple of properties here, and one such a property is the total nuclear angular momentum. Another one is the parity of the nucleus. Okay, so total nuclear angular momentum, parity of the nucleusum, nucleusinte total angular momentum, nucleusinte parity. എന്താണ് parity? You know, of course you know what is an angular momentum of a nucleus. You may not be knowing what is parity. I will discuss what is parity. ഇത് രണ്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് ലാസ്റ്റ് ഫിൽഡ് ആയിട്ട് ന്യൂക്ലിയോണാണ്. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ both of these quantities are determined by the last filled odd nucleon. The last filled odd nucleon. We will discuss why. I will tell you what we mean by last filled odd nucleon. നമ്മൾ ഇതിന് മുന്നേയും ഈ ഓഡിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ച സമയത്ത് ഓഡ് ആവുന്ന സമയത്ത് ഓഡ് ഈവൺ ആവുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഉണ്ടാകുന്ന ഡിഫറൻസുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ ഇൻ ന്യൂക്ലിയർ ഫിസിക്സ് that odd one has got a large importance. odd one ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കൊരു ന്യൂക്ലിയസ് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us say arbitrary nucleus n. I'm writing it's 1123 എന്നുള്ള ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ we will discuss the same thing which we wrote earlier, that is 612. This is carbon. I have written it's an arbitrary quantity, that's why x, everywhere I will write x. നമുക്ക് അറിയാൻ വേണ്ടി എഴുതുന്നതാണ്. കാർബൺ തന്നെയാണത്, ശരി. ഇതിൽ ഓഡ് ന്യൂക്ലിയോൺ ഉണ്ടോ? ഇല്ല, ബിക്കോസ് 6 is even അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 6 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നതും 6 ആണ്. സോ ദർ ഇസ് നോ ഓഡ് ന്യൂട്രോൺ. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ the total angular momentum of the nucleus is 0, and the parity is positive.
The parity is positive. എന്താണ് പാരിറ്റി എന്ന് പറയാം കേട്ടോ. പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ആർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കാം. ആ ഫംഗ്ഷനിലെ ആറിനെ മാറ്റി ഞാൻ -6 കൊടുത്താൽ, -6 കൊടുക്കുന്നു വിചാരിക്കും, ആറിനെ മാറ്റി, സോ ഐ എം ഇൻവേർട്ടിംഗ് ദി കോർഡിനേറ്റ്, ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദി ഫംഗ്ഷൻ എന്നുള്ളതാണ്. സോ എഫ് ഓഫ് -r എന്നുള്ളത് ചിലപ്പം മൈനസ് ഓഫ് എഫ് ഓഫ് ആർ ആവാം, ചിലപ്പം എഫ് ഓഫ് ആർ തന്നെ ആവാം. ആറ് മാറിയാലും മൈനസ് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ആർ സ്ക്വയർ and if I change r to -r, this remains the same function. Okay. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ രണ്ട് പേര് വിളിക്കും. ഒന്ന് ഓഡ് പാരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പാരിറ്റി, മറ്റേത് ഈവൺ പാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പാരിറ്റി എന്ന് വിളിക്കും. ഓക്കെ. സോ ആറ് മാറ്റി -6 ആക്കിയിട്ടും സെയിം കിട്ടുകയാണെങ്കിൽ നമ്മളിതിനെ വിളിക്കുക, കോൾ ഇറ്റ്സ് എ പോസിറ്റീവ് പാരിറ്റി, or we choose plus sign, or you use its even parity എന്നൊക്കെ വിളിക്കും. Suppose this is a minus sign, then we call this a negative parity or minus sign or odd parity എന്ന് വിളിക്കും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ കേസിൽ ഇതുപോലെ എന്ത് ആറിനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് സംശയമുണ്ട്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ടുക്ക് എ ഹൈഡ്രജൻ ആറ്റം ആയിരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതിയിരുന്നു. ദാറ്റ് വേവ് ഫംഗ്ഷൻ വാസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. ആയിരുന്നു. അതുപോലെ ന്യൂക്ലിയസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ന്യൂക്ലിയസിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. സോ ആ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം വേവ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്, that is the combined wave function of this particle, or there's a cumulative factor of that of these wave functions. അങ്ങനെയുള്ള വേവ് ഫംഗ്ഷനുകളിലാണ് നമ്മൾ എന്ത് ആക്ട് ചെയ്യുന്നത്? ഈ ആറിനെ -6 ആക്കുന്നത്. ഓക്കെ. അപ്പം ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിൽ ഒരു വേവ് ഫംഗ്ഷനേ ഉള്ളൂ, psi of r. ഇവിടെ ന്യൂക്ലിയോസിൻ്റെ കേസിലാവുന്ന സമയത്ത് there is a multiple wave functions. സോ യു ഹാവ് ടു റൈറ്റ് എ കമ്പൈൻഡ് വേവ് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വേവ് ഫംഗ്ഷനുകളൊക്കെ ഒരു പ്രോപ്പർ രീതിയിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ദാറ്റ് കമ്പൈൻഡ് വേവ് ഫംഗ്ഷനിൽ 6 -6 ആവുന്ന സമയത്ത് അത് സെയിം ആയി നിൽക്കുന്നുണ്ടോ അതോ മൈനസ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ആര് കാണിക്കുന്നത്? പാരിറ്റി കാണിക്കുന്നത്. So basically you check, this calculation is actually very tedious, like you have to calculate each and every individual wave function, and you have to compose that wave function into a product form, and then you have to change r to -r. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ജസ്റ്റ് ലുക്ക് അറ്റ് ദി ലാസ്റ്റ് ഓഡ് ഫീൽഡ്. നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് തന്നെ കിട്ടി എന്താണ്? ദിസ് ഇസ് പോസിറ്റീവ്. ഓക്കെ. So that is the advantage of shell model, and we will discuss what happens if this n, p and n are not even. Okay, അതാണ് നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നതാണ്, ഇഫ് ബോത്ത് the proton number and the neutron number are even, then so I call this as a even nucleus. നമ്മൾ ഇതിന് മുൻപേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, even nucleus. Then the total angular momentum is 0 and the parity is positive. So what happens if one of is odd? ഏതെങ്കിലും ഒരെണ്ണം odd ആണെന്ന് വെക്കാം, എന്ത് സംഭവിക്കും നോക്കാം. Suppose I am writing an even odd nucleus. I don't mind whether it's the number of proton is odd or the number of neutrons is odd. Actually don't mind. Okay. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസ് ഞാൻ എടുക്കുകയാണ്. x is equal to some 919. It may be some sort of an isotope. 919 ആണ് നമ്മുടെ ആ എലമെൻ്റ് എങ്കിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതിൽ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് is equal to 9 and number of neutrons is 10. Okay. ആരാണ് ഓഡ്? Odd is this one. This ninth proton. The ninth proton. That is the odd proton. Okay. സോ അത് എവിടെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എന്ത് എഴുതുക? നമ്മുടെ ഷെൽ സ്ട്രക്ചർ എഴുതുക. ഇത്രയും മതിയാവും. So we have 1, this is 1/2, 1, this is 3/2, 1, this is 1/2, 1, this is 5/2, and let me write the occupancies. This is 2, this is 4, this is 2, and this is 6. So if you have 9, then 4, 2, 6, 2, 8, 9. This will be the ഒമ്പതാമത്തെ ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. കാരണം ഇതിൽ 2 ഇരുന്നു, ഇതിൽ 4 ഇരുന്നു, ഇതിൽ 2 ഇരുന്നു, ഇതിൽ ഒരെണ്ണം. അപ്പം 4, 2, 6, 2,
8 1 9. So the last odd proton, അത് മാത്രമേ odd ഉള്ളൂ, odd proton is filled in ഏത് ഷെല്ലിലായിരിക്കുന്നത്? D5/2, 1D5/2 ഇരിക്കുന്നത്, 1D5/2. Okay, so our answer is the total angular momentum of the nucleus is nothing but the angular momentum of that shell, simply that is 5/2. എത്രയാണോ ലാസ്റ്റ് ഫീൽഡിൻ്റെ ആംഗുലർ മൊമെൻറ്റം അത് തന്നെയാണ് the total angular momentum of the nucleus. Just pick that value, that is 5/2. Okay, next is parity. Parity is -1 raised to the L value of that shell. ഞാൻ പറഞ്ഞു ഇന്നലെ ഓരോ ഷെല്ലിനും ഓരോ L വാല്യൂ ഉണ്ട്. നമ്മൾ ഇന്നലെ എസ് പി ഡി എഫ് ജി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ഓരോ ഷെല്ലിനും ഓരോ L വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എസിൻ്റെ L വാല്യൂ ഇസ് ഈക്വൽ ടു 0, പിയുടെ L വാല്യൂ ഇസ് ഈക്വൽ ടു 1, ജിയുടെ L വാല്യൂ ഈക്വൽ ടു 2, എഫിൻ്റെ L വാല്യൂ ഈക്വൽ ടു 3, ജിയുടെ L വാല്യൂ ഈക്വൽ ടു 4, etc. So if you have a couple of p's, then p value has the same 1 each. Okay, അങ്ങനെയാണെങ്കിൽ ഡിയുടെ L വാല്യൂ എത്രയാണ്? ഡിയുടെ L വാല്യൂ ഇസ് 2. Okay, so this is parity is -1 raised to 2, that is +1, so the parity is positive. -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പം ഈ ന്യൂക്ലിയസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ 5/2 മോളിലൊരു പ്ലസ് സൈൻ. ഇതിൻ്റെ അർത്ഥം ദിസ് ഈസ് in the brackets we are writing the total angular momentum J, and in the top you are writing the parity Jp. Okay, J raised to P notation ആണ് 5/2 plus. So you can actually calculate for any nucleus with this kind of angular momentum and parity. ഇനിയിപ്പോൾ ഇത് ഓഡ് ഈവൺ ഓഡ് എന്നുള്ളത് മാറി ഓഡ് ഈവൺ ആയാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഏതാണോ ഓഡ് അതിനെ പിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ഏത് ഷെല്ലിലാണ് ഫിൽഡ് ആവുന്നത് അതിൻ്റെ ആംഗുലർ മൊമെൻ്റ് എടുക്കുക. അതിൽ എത്ര ഉണ്ടെന്നുള്ള പ്രശ്നമല്ല, അതിൽ ഒന്നൊന്നുമില്ല. ലാസ്റ്റ് വൺ എവിടെയാണോ ഫിൽഡ് ആവുന്നത് അതിൻ്റെ ആ ഷെല്ലിൻ്റെ ഓർബിറ്റൽ ആ ഷെല്ലിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് എടുക്കുക, ആ ഷെല്ലിൻ്റെ L വാല്യൂ എടുക്കുക, write it out. Finally, what happens if both are odd? രണ്ട് ഓടാണെന്ന് വിചാരിക്കുക. For example, for a case like x equal to 714, then the number of protons is 7, number of neutrons is also 7. ഈ സമയത്ത് നമുക്ക് ഒരെണ്ണം ഓടാണെന്ന് വിചാരിക്കുന്ന സമയത്ത് you will get a J, maybe I am calling it a J1. മറ്റത് ഓടാണെന്ന് വിചാരിക്കുന്ന സമയത്ത് you will get a J2. Okay, then the total angular momentum is the vector sum of this J1 and J2. Vector sum of J1 and J2. അത് ബേസിക്കലി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് J1 പ്ലസ് J2 തൊട്ട് മോഡുലസ് ഓഫ് J1 മൈനസ് J2 വരെയുള്ള ഏത് വാല്യൂ അതിന് പോസിബിൾ ആണ്. ഓക്കെ, പാരിറ്റി എന്ന് പറഞ്ഞാൽ J1 ഇതുപോലെ ഫസ്റ്റ് കേസിൽ ഒരു പാരിറ്റി ഉണ്ടാവും. ലെറ്റ് us call it as a P1, this is called a P2. Okay, then the total parity is nothing but P1 into P2. ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണെന്ന് നോക്കിയാൽ ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, ഒരെണ്ണം പ്ലസ് ആണ് ഒരെണ്ണം മൈനസ് ആണെന്ന് നോക്കിയാൽ ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, രണ്ട് മൈനസ് ആണെന്ന് നോക്കിയാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഓക്കെ, സോ ഇങ്ങനത്തെ മൂന്നാമത്തെ കേസ് അധികം നമുക്ക് സാധാരണ ചോദിക്കാറില്ല, ഇടയ്ക്കുള്ള കേസുകളാണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ഓഫ് റൈറ്റിംഗ് ദി ഷെൽ മോഡൽ. അപ്പോൾ ഷെൽ മോഡൽ എസ് എ ആയിട്ട് വരുന്ന സമയത്ത് ഷെൽ മോഡലിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡഡ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ചെക്ക് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ഷെൽ മോഡൽ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ
ഒരു എക്സ്ചേഞ്ച് മോഡൽ, അത് ആൻസർ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്ചേഞ്ച് മോഡൽ ഓഫ് ഫോഴ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂക്ലിയർ ഫോഴ്സ് ആരൊക്കെ തമ്മിലാണ്? ന്യൂക്ലിയോൺസ് തമ്മിലാണ്. സോ ദാറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ എ കപ്പിൾ ഓഫ് പ്രോട്ടോൺസ്. ഒരു പ്രോട്ടോണും തമ്മിലാവാം. Between proton and another proton, okay, or it can be between a neutron and another neutron, or it can even between a neutron and a proton. Okay, so we all expect something is interacting between. ഇങ്ങനെ ഒരു ഫോഴ്സ് നടക്കുന്ന സമയത്ത് there is some interaction. So there is some interaction particles ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. That's actually proposed by Heisenberg first, then Yukawa did it theoretically, correct, and then experimentally proven that there are particles are existing. Okay, അപ്പോൾ എന്താണ് ആ പാർട്ടിക്കിൾ? എന്ത് പാർട്ടിക്കിളായിരിക്കും അതിനെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അത് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ്. ആക്ച്വലി ദർ ആർ സബ്സ്ട്രക്ചേഴ്സ് ഫോർ ദീസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പ്രോട്ടോൺസും ന്യൂട്രോൺസും ദർ ആർ സബ് ഡിവൈഡഡ് ഇൻ ടു സം കാറ്റഗറീസ്, അല്ലേ? അപ്പം നമ്മൾ ഇലക്ട്രോൺ പറയുന്ന പോലെ ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ല പ്രോട്ടോണും ന്യൂട്രോണും വീണ്ടും എന്തുണ്ട്? സബ് ഡിവിഷൻസ് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ എന്താണ് സബ് ഡിവിഷൻസിൻ്റെ പേര്? ജസ്റ്റ് ടൈപ്പ്, you know, protons and neutrons, they are subdivided into some quantities. Unlike electron, protons are not fundamental particles and there are subdivisions for that. Do you know what are the names of this array? Actually they are called quarks എന്നാണ് പറയാ. Yeah, exactly, they are called quarks. സോ ക്വാർക്സ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്ചേഞ്ച് എഴുതുന്നത്. ബട്ട് അറ്റ് ദി പ്രസൻറ്റ് മൊമെൻറ്റ് വി ഡോണ്ട് നോ അബൌട്ട് ക്വാർക്സ് ആൻഡ് വി ഹാവ് ബീൻ സ്റ്റഡീഡ് ദാറ്റ്. സോ നമുക്ക് അതില്ലാതെ തന്നെ ഇതെങ്ങനെ പറയാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദർ ആർ സം എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ്. ദാറ്റ്സ് എക്സ്ചേഞ്ച് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അങ്ങനെ ഇവർ പ്രപ്പോസ് ചെയ്ത എക്സ്ചേഞ്ച് പാർട്ടിക്കിളിനെയാണ് നമ്മൾ പൈ മെസോൺസ് എന്ന് വിളിക്കുന്നത്. എക്സ്ചേഞ്ച് pi mesons or pions. Pi mesons or pions എന്ന് പറയും. ഈ മെസോൺ എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചേക്കും. രണ്ട് ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കിയ കാറ്റഗറിനെയാണ് നമ്മൾ മെസോൺ എന്ന് വിളിക്കുക. And whereas these proton, neutrons and are called baryons, they are made up of 3 quarks and we will discuss it later. So this is the fundamental nomenclature of these kind of particles is pi mesons that are called pions, and there are മൂന്നെണ്ണം ഉണ്ട് ഈ പൈ മെസോൺസ് എന്ന് പറയുന്നത്. ഒരു ട്രിപ്ലെറ്റ് ആണ്. ദാറ്റ്സ് ഒരു പൈ പ്ലസ് ഉണ്ട്, പൈ മൈനസ് ഉണ്ട്, പൈ സീറോ. പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇതുപോലെ അപ്പറിൽ സാധനം എഴുതിയ 0 പ്ലസ് മൈനസ് എഴുതിയ പാർട്ടിക്കിൾ ഫിസിക്സിൽ, not in angular momentization. Here, if I have a particle with a plus, a particle with a minus, E minus, നമുക്ക് നമ്മൾ ഇലക്ട്രോൺ എഴുതാറുണ്ട് E മൈനസ്, അല്ലേ? എഴുതി കഴിഞ്ഞാൽ ഈ മോൾ എഴുതുന്നത് എപ്പോഴും ചാർജാണ്. സോ വി ഹാവ് 3 different kinds of pions with different charges. One is a plus, another is a minus, and this is a neutral. മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെയായിരിക്കും ഇതിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്? നോക്കൂ, പ്രോട്ടോണും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചാർജ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ചാർജ് ഡിഫറൻസ് ഇല്ലാത്ത ഒരാളായിരിക്കും അത് ഗവേൺ ചെയ്തത്. ആരാണ്? ദാറ്റ്സ് എ പൈ സീറോ. ഓക്കെ, അതുപോലെ ന്യൂട്രോണും ചെയ്യുന്ന സമയത്ത് എന്തില്ല, നമുക്ക് അവിടെ ചാർജ് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടിനും ഒരേ ചാർജാണ്. അതുകൊണ്ട് വി ഹാവ് എ പൈ സീറോ ഫോർ ദാറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ന്യൂട്രോൺ പ്രോട്ടോൺ ഓർ എ പ്രോട്ടോൺ ന്യൂട്രോൺ, you have different charges, that is pi plus and pi minus. അങ്ങനെയാണ് ഇവർ മൂന്ന് പേരും ആ ഇൻറ്ററാക്ഷനിൽ വരുന്നത്. ഓക്കെ, and I will write these interactions. For example, proton gives proton plus pi 0.
Okay. Neutron gives neutron plus pi 0. Okay. അതായത് ഒരു പ്രോട്ടോൺ പ്രോട്ടോൺ ഇൻട്രാക്ഷൻ ആണ്. ആദ്യം പ്രോട്ടോൺ വീണ്ടും ഒരു പ്രോട്ടോൺ ആവുന്നു. ഓക്കെ, ആൻഡ് ദർ ഇസ് എ പൈ 0 ബിക്കോസ് പ്രോട്ടോണിൻ്റെ ചാർജ് ഇസ് ആക്ച്വലി +1, ഹിയർ ഇസ് ഓൾസോ +1 ആൻഡ് 0. ദിസ് ഇസ് കൺസേർവ്ഡ്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ചാർജ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ചാർജ്. ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ചാർജ് കൺസേർവ്ഡ് ആവാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല. For each and every reaction, charge should be conserved. Okay, so you can check the charges of the both sides, and this p plus and p plus plus pi 0. So that is charge is conserved. And in the case of a neutron, this is charge is 0, 0 here and 0 here, and it's 0 here. It's no issues. Okay. But on the other hand, if you are dealing with a proton-neutron interaction, look at this. You have a proton-neutron interaction. Then I will write a proton gives a neutron plus something. Okay, and I also write a neutron gives a proton plus something. Okay, അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ആവുന്ന റിയാക്ഷൻസിൽ എന്തായിരിക്കും, ഏത് പൈ ആയിരിക്കും ഇവിടെ വരിക എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാർജ് കൺസർവേഷൻ നോക്കണം. ഓക്കെ, ചാർജ് കൺസർവേഷൻ നോക്കാം. പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? പ്രോട്ടോണിൻ്റെ ചാർജ് ഈസ് പ്ലസ് ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുപോലെ ഇവിടെ ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് ആണ്. നോക്കൂ, യു ഹാവ് ടു ബാലൻസ് ഇൻ ബോത്ത് സൈഡ്സ്. ഇവിടെ പി പ്ലസ് ആണ്, ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന പാർട്ടിക്കിൾ ആരായിരിക്കണം? ഒരു പൈ ആയിരിക്കണം, പക്ഷേ വിത്ത് സൈൻ പ്ലസ്, ഒരു പ്ലസ് സൈൻ ആയിരിക്കണം, എന്നാലേ ചാർജ് ബാലൻസ്ഡ് ആവും അല്ലേ. അതുകൊണ്ട് എ പാർട്ടിക്കിൾ വിച്ച് കംസ് ഹിയർ വിൽ ബി നത്തിങ് ബട്ട് എ പൈ പ്ലസ്. On the other hand, what happens here? It is also is already 0 here. പിന്നെന്താണ്, ഇവിടെ ഓൾറെഡി 0 ആണ്, ഇവിടെ പ്ലസ് ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു മൈനസ് വന്നാലേ ഇത് 0 ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ദ പാർട്ടിക്കിൾ ഷുഡ് കം ഇൻ ദിസ് പൊസിഷൻ, ഷുഡ് ബി എ പൈ മൈനസ്. ഇങ്ങനെയാണ് ഈ പറയുന്ന 4 തരം. ആക്ച്വലി ദർ ഇസ് 3 kinds, you can there is 4 kinds. ഓക്കെ, അതിൽ ഈ പറയുന്ന പൈ മെസോൺസ് വരുന്നത്. പൈ മെസോൺസ് വന്ന് എങ്ങനെ ഈ ഇൻട്രാക്ഷനെ ഗവേൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഇത്രയും ഒന്ന് നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞാൽ യു ഹാവ് ടു റെഫർ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് ദിസ്. ആർതർ ബേസറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. അത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വായിക്കുക. എന്നിട്ട് യു പ്രിപ്പയർ എ നോട്ട് ഫോർ ദിസ്. നോട്ട് നോക്കി എഴുതാം. ഓക്കെ, ദ കൺസെപ്റ്റ് ഈസ് ദിസ്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പ്രോട്ടോൺ ന്യൂട്രോൺ, ന്യൂട്രോൺ പ്രോട്ടോൺ, ഓർ പ്രോട്ടോൺ പ്രോട്ടോൺ, ഓർ ന്യൂട്രോൺ ന്യൂട്രോൺ, ദെൻ ദ ഇൻറ്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആർ മെസോൺസ്. ആൻഡ് ദിസ് ഈസ് ഹൗ ദ മെസോൺസ് ആർ ഇൻട്രാക്ടിങ്. ഇങ്ങനെയാണ് മെസോൺസ് ഇൻട്രാക്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ സ്മോൾ പോർഷൻ ഓഫ് 2. അതുകൊണ്ട് നിർത്തിയിട്ട് ഓൾറെഡി ഞാൻ നിർത്താം ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? Okay, how to calculate the mass of the pions. ഈ പയോൺസിൻ്റെ മാസ് കാൽക്കുലേഷൻ്റെ ഒരു പരിപാടിയാണ്. അത് ചെറിയൊരു കാൽക്കുലേഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ തരാം. ദി മാസ് എസ്റ്റിമേഷൻ. നമ്മൾ റഫായിട്ട് പയോൺസിൻ്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഓഫ് കോഴ്സ് ദീസ് ആർ ക്വാണ്ടം മെക്കാനിക്കൽ. ഈ പറയുന്ന പാർട്ടിക്കിൾസ് ഒക്കെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി ക്വാണ്ടം മെക്കാനിക്കൽ അൺസർട്ടനിറ്റി. ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h cross by 2. ഓക്കെ, ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. ഫൈൻ. സോ this is the uncertainty in energy, or this is an energy. ഒരു എനർജി സാധനമാണ്, എനർജി, ഡയമെൻഷൻ ഓഫ് എനർജി. ആൻഡ് ദിസ് ഈസ് എൻ ഡയമെൻഷൻ ഓഫ് ടൈം. അൺസർട്ടനിറ്റി ആണെങ്കിലും അതൊരു ടൈമാണ്. ആൻഡ് യു നോ ദ ഡയമെൻഷൻ ഓഫ് h cross. h crossൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് h cross? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് h cross?
എച്ച് ക്രോസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനാണ്. ആംഗുലർ മൊമെൻറ്റം, റിമെമ്പർ ദിസ് ഡയമെൻഷൻ ആംഗുലർ മൊമെൻറ്റം. Angular momentum. Okay, but it's a constant. You know the value of h cross. The value അറിയാം അല്ലേ? It's h by 2 pi. H is 6.626 into. So h cross is I can write h cross is h over 2 pi and h is 6.626 into 10 raised to minus 34 joules second. Okay. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? മാസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? നമ്മളിവിടെ ഒരു ചെറിയ ഒരു ഈ അൺസർട്ടനിറ്റി റിലേഷൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഐ ആം റൈറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ ഇ ഐ ആം റൈറ്റിംഗ് ഇറ്റ്സ് എനർജി ഇറ്റ് സെൽഫ്. ഓക്കെ, ഡെൽറ്റ ടിക്ക് പകരം ഐ എം റൈറ്റിംഗ് ദ ടൈം ഇറ്റ് സെൽഫ് ആൻഡ് ഐ എം റൈറ്റിംഗ് ഇറ്റ്സ് എൻ ഇക്വാലിറ്റി ഫോർ എ മിനിമം അൺസർട്ടനിറ്റി മേ ബി സം എച്ച് ക്രോസ് ഇ ഇൻറ്റു ടി ഈക്വൽ ടു എച്ച് ക്രോസ്. ദാറ്റ്സ് എ മിനിമം അൺസർട്ടനിറ്റി. യു കനോട്ട് ഗോ സ്മോളർ ദാൻ ദാറ്റ്. റഫ് എസ്റ്റിമേഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ ഈ എനർജിക്ക് പകരം എന്ത് കൊടുക്കാം? എനർജിക്ക് പകരം നമുക്ക് മാസ് ഉള്ളൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ mc² കൊടുക്കാം. where m is the mass of pion, m is the mass of pion. ഓക്കെ, ഇനി അതിൻ്റെ ടൈം, എത്ര ടൈം അത് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഈ പാർട്ടിക്കിൾസ് ന്യൂക്ലിയോൺസ് ഉള്ളത് അല്ലേ? ആ ന്യൂക്ലിയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിളാണ് ആര്? ഈ പറയുന്ന പയോൺസ്. പരമാവധി അത് എത്ര ദൂരം സഞ്ചരിക്കും? ഒരു ന്യൂക്ലിയർ റേഡിയസോളം സഞ്ചരിക്കും അല്ലേ? പരമാവധി ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റേഡിയസോളം സഞ്ചരിക്കും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് റഫ്ലി ദ ന്യൂക്ലിയർ റേഡിയസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കിട്ടി, ടൈം വേണം. സപ്പോസ് യു നോ ദ വെലോസിറ്റി കൂടി അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈം കണ്ടുപിടിക്കാം അല്ലേ? ബിക്കോസ് v is equal to g over t ആണ്. So I can write t is equal to g over v. So what should be the velocity? I cannot say. എനിക്ക് അറിയില്ല velocity, but I know it cannot exceed the speed of light. Okay, it cannot exceed the speed of light. So I put velocity equal to c. And distance equal to the nuclear radius. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടൈം കണ്ടുപിടിക്കാം. ആ ടൈം ഇവിടെ കൊടുക്കുക. എച്ച് ക്രോസിൻ്റെ വാല്യൂ അറിയാം, c² വാല്യൂ അറിയാം. യു ക്യാൻ കാൽക്കുലേറ്റ് എം പൈ. കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി മനസ്സിലായോ? നിങ്ങളോട് പറയണോ? അത് നിങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ ചെയ്തിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ അതായത് ബിഫോർ 11 o'clock നെക്സ്റ്റ് ക്ലാസ്സിന് മുൻപ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പറയാണ്, ഇനി എന്തെങ്കിലും അതിൽ കൂടുതലായിട്ട് പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? Just a single sheet of exercise. പറയണോ? യെസ്, നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എസ്റ്റിമേറ്റ്, ഈ പയോൺസിൻ്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാണ്, റഫ് എസ്റ്റിമേഷൻ നടത്തുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളാണ് ഇത്, ചെറുതല്ലേ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തത് എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ എടുത്തു. ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്ന് പറഞ്ഞു. ഇത് എനർജി അൺസർട്ടനിറ്റിയാണ്, ടൈമാണ്, ആംഗുലർ മൊമെൻ്റ് ആണ് എച്ച് ക്രോസ്. ആൻഡ് യു നോ ദ വാല്യൂ ഓഫ് എച്ച് ക്രോസ്. യു ഡോണ്ട് നോ ദ വാല്യൂസ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മിനിമം കേസിൽ നമ്മൾ എടുക്കുകയാണ്. ഡെൽറ്റ ഈസ് ടേക്കൺ ടു ബി ദ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. സോ അൺസർട്ടനിറ്റി കനോട്ട് എക്സീഡ് ദിസ്. ആൻഡ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ദ ടൈം. ബിക്കോസ് ഇതിനൊക്കെ ഡയമെൻഷൻ എനർജിയാണ്, ഇതിൻ്റെ ടൈമാണ്. അതുകൊണ്ട് അത് തന്നെ എടുത്തു. ഇവിടെ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ഞാൻ ഈക്വൽ ടു എന്താക്കി? ഈക്വൽ ടു എച്ച് ക്രോസ് എന്നാക്കി. ദാറ്റ്സ് ഫൈൻ. ഈവൻ ഇഫ് യു റൈറ്റ് എച്ച് ക്രോസ് ബൈ 2 ഇറ്റ്സ് ഓക്കെ, എഴുതിയാലും കുഴപ്പമില്ല. കാരണം എച്ച് ക്രോസ് ബൈ 2-നെക്കാട്ടി വലുതാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എച്ച് ക്രോസ് ബൈ 2-നെക്കാട്ടി വലുതാണ് എച്ച് ക്രോസ്. ഞാൻ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. Because h cross and h cross by 2 are differed by a 1/2 factor. The order will be the same. Fine. h crossന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എനർജിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? mc² relation. You know the relativistic energy relation is mc², where m is the mass of pi, m pi c². c² is the velocity of light squared. t കണ്ടുപിടിക്കണം. t എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം കണ്ടുപിടിക്കാൻ നമ്മളത് ചെയ്യണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ അല്ലേ, ന്യൂക്ലിയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ദൂരം സഞ്ചരിക്കാൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ റേഡിയസോ അല്ലെങ്കിൽ 2 times ന്യൂക്ലിയർ റേഡിയസോ ആയിരിക്കും. സോ യൂസിങ് ദ റിലേഷൻ v equal to d/t, you can use t equal to d/v. The d can be taken as a nuclear distance, nuclear radius. ഓർഡർ മാത്രം എടുത്താൽ മതി. എത്രയാണ്? റഫ്ലി 10⁻⁻15 meters. Okay. And the velocity, I don't know the velocity, but I am sure that the velocity cannot exceed speed of light c. So I took a maximum limit is equal to c. അത് രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെ കിട്ടും? ടി കിട്ടും. ആ ടി ഇവിടെ കൊടുക്കുക, എച്ച് ക്രോസ് അറിയാം, എം ഇയിൽ m/c² കൊടുക്കുക. അതിന്ന് നിങ്ങൾ ആരെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് ഫയർ, റഫ് എസ്റ്റിമേഷൻ ഓഫ് മാസ് ഓഫ് ഫയർ കണ്ടുപിടിക്കുക. ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ട് ജസ്റ്റ് പുട്ട് മീ ഇൻ ദ വാട്സപ്പ്, എല്ലാവരും വാട്സപ്പിലിടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഐഡിയ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇപ്പം തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾ ഇപ്പം തന്നെ ഇത് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിന് മുൻപ് എനിക്ക് ഇത് വാട്സപ്പിൽ അയക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത ക്ലാസ് നമ്മൾ യൂട്യൂബിലിടും, നിങ്ങൾക്ക് കാണാം. താങ്ക് യു.